राजनीतिक नेताओं ने और उनके चमचों ने मिलकर अपने देश की हालत तो एकदम बिगाड़ दिया। महात्मा गांधी ने कहा है कि उनका गरीबी हटाओ, उनको रोटी, कपड़ा और मकान देने का इंतजाम करो। लेकिन आज के नेताओं ने कर क्या रहे हैं? ना उनको अपना कपड़े का फिक्र है, ना उनको अपने रोटी की फिक्र है। हरियाली क्रांति के बारे में बोल रहे हैं, पंचवर्षीय योजनाओं के बारे में बोल रहे हैं। ये लोग कर क्या रहे हैं? रोटी, खुद के लिए कपड़ा, खुद के लिए मकान। ये കോഫിയല്ലേ മുതലാളി, ഉഗ്രം പ്രസംഗമല്ലായിരുന്നോ? അതിന് നിനക്ക് വല്ലതും മനസ്സിലായോ? വേണ്ട, ഒരുതരം ലോ ക്ലാസ്സുകളോട് സംസാരിക്കും പോലെ എന്റെ അടുത്ത് സംസാരിക്കരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ടാണോ പിന്നെ കൈയടിച്ചത്? എന്ത് മനസ്സിലായി? ഹമാരാ ദേശ് മഹാത്മാഗാന്ധി റോട്ടി കപ്പട 5 വർഷ പദ്ധതി ഹരിത വിപ്ലവ് ഹരിബി ഘടാവോ. ഹരിബി ഘടാവോ എന്ന് വെച്ചാ എന്തുവാ? എന്ന് വെച്ചാ ഈ ഇംഗ്ലാബ് സിന്ദാബാദ് വിളിക്കുന്ന പോലെ ഒരു സാധനം. ഇംഗ്ലാബ് സിന്ദാബാദ്. അപ്പൊ നിനക്കെല്ലാം ശരിയായിട്ട് മനസ്സിലായി. ഇതിത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഇതൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേൾക്കണമല്ലേ. ഞാനേ തൊഴിലാളി വർഗത്തിന്റെ നേതാവാ. വസാറേ, ഇതുപോലുള്ള കണ്ണാട ഇനി വേറെ ആർക്കും കൊടുക്കല്ലേട്ടോ. എന്റെ രാമേ, സംഭവിച്ചു പോയി, നീ ഒന്നങ്ങ് ക്ഷമിക്കേ. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ദിവസാ. ആ രാമു വന്നല്ലോ. ഉണ്ണിമല, നീ ആ രാമുവിനെ ഒന്ന് റോഡ് കടത്തിക്കൊണ്ടുവന്നേ. ഞാനങ്ങ് ചെല്ലുമ്പോഴേക്കും ഒരു നേരം ആവും. ആരാ ഉണ്ണിപാലനാ? അല്ലാതെ നിന്റെ കൈ കയറി പിടിക്കാൻ സ്നേഹമുള്ള വേറെ ആരുണ്ടാ ഇവിടെ? ശബരി ബൊമ്പർ ഭാഗ്യമത്സര ടിക്കറ്റുകൾ പതുക്കെ. ആ എന്താ രാമുവേ, ഇന്നലെ കണ്ടില്ല. കാവിലൊന്നു പോയി കൃഷ്ണേട്ടാ. മെച്ചമുണ്ടായോ? ഏയ്, കറണ്ട് പോയ കാരണം ആകെ പുലുവാലായിരുന്നേ. രണ്ട് സ്ട്രോങ് ചായ. എടേ, ഒരു 102 ചായ, അതിൽ 100 ക്യാൻസൽ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലത്തെ കളിയിൽ ഇന്ത്യ ജയിച്ചോ? ജയിച്ചു. ജയിച്ചു. പക്ഷെ അതിനിടയിൽ കുറെ കോളയും കുടിച്ചവന്മാര്. എന്തായാലും സച്ചിൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഇന്ത്യക്ക് നല്ല കാലാ. പക്ഷെ ആരിപ്പോ സെഞ്ചുറി അടിച്ചൊന്നും കേൾക്കണല്ലോ. അതെങ്ങനെ അടിക്കുന്നേ? അത് അടിക്കണമെങ്കിലേ ആദ്യം അതിനിടയിലുള്ള അവരെ കോള ഓടി നിർത്തണം. ഇതൊരു ബോൾ അടിക്കും, ഒരു കോള ഓടിക്കും, പിന്നെ ഒരു ബോൾ അടിക്കും, പിന്നെ ഒരു കോള ഓടിക്കും. അത് വല്ല കൊക്കക്കോള കമ്പനിക്കാരുടെ പരസ്യമായിരിക്കാൻ ഉണ്ണിവാലോ. ഈ കണ്ണു കാണാത്ത ആളെ എങ്ങനെയാ ക്രിക്കറ്റ് കളി കാണുന്നത്? അതാ രാമു. അവന്റെ മനക്കെട്ടിന് നമ്മുടെ കണ്ണുകളെക്കാൾ 100 ഇരട്ടി ശക്തിയാ. യവനെ ക്രിക്കറ്റ് കളിയിലെ ലെഫറിയാക്കാൻ വിളിച്ചതല്ലേ? ഞാൻ പറഞ്ഞു പോണ്ടാന്ന്. അല്ലടാ രാമു. നീ പോയി ചായ ഇടാ, വിട്ടുതരം പറയാതെ. പോടാ ഹൈ ക്ലാസ് വിട്ടി. ഇവിടെ അധികം കാലം എന്റെ സേവനം തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, ഒരു ചായ എനിക്ക് കൂടി. ഒരു 101 ചായ കൂടി. അതിൽ 100 ക്യാൻസൽ. കവലയിലെ ആളുകൾ വന്നു തുടങ്ങിയോ? സർക്കസാര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ വയറ്റത്ത് അടിക്കോ കൃഷ്ണേട്ടാ? നീ ചായ കുടിച്ച് നേരത്തെ പോയി തുടങ്ങി. ഓ,